Who is this lady? How old is she? Which state does she come from? What's her name? Can anyone try? Try. Give me some guesses. कहाँ की लगती हैं? Anybody? Gente, contar pra vocês uma fofoca, vocês vão rir demais. Não, vou contar fofoca. ഹരിയാനയിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ കൊള്ള നടന്നതിനു തെളിവായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പരാമർശിച്ച ബ്രസീലിയൻ മോഡലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ പ്രതികരണവുമായി ഇപ്പോൾ മോഡൽ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ബ്രസീലിയൻ മോഡൽ ലാരിസയാണ് നവമാധ്യമത്തിലൂടെ പ്രതികരണവുമായി എത്തിയത്. ഇൻസ്റ്റഗ്രാമിൽ അടക്കം ലക്ഷക്കണക്കിനു പേർ ഫോളോവേഴ്സ് ഉള്ള ബ്രസീലിയൻ മോഡലാണ് ലാരിസ. തനിക്കൊരു തമാശ പറയാനുണ്ടെന്ന് വ്യക്തമാക്കിയായിരുന്നു ലാരിസ വീഡിയോ തുടങ്ങുന്നത്. തന്റെ പഴയൊരു ചിത്രം ഇന്ത്യയിൽ വോട്ടെടുപ്പ് പ്രക്രിയയിൽ ഉപയോഗിച്ചുവെന്നും ഇത് വിചിത്രമാണെന്നുമായിരുന്നു മോഡലിന്റെ പ്രതികരണം. ഇന്ത്യൻ രാഷ്ട്രീയവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല, അനുവാദമില്ലാതെയാണ് ചിത്രം ഉപയോഗിച്ചിരിക്കുന്നത്. താൻ ഒരിക്കലും ഇന്ത്യയിൽ പോയിട്ടില്ല. തന്റെ ഫോട്ടോ ഉപയോഗിച്ച് ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പോരടിക്കുന്നു. തട്ടിപ്പിനെ കുറിച്ച് വിശ്വസിക്കാനാകുന്നില്ല. ഇത് കണ്ട എല്ലാവരും ചിരിക്കുകയാണ്. താൻ ഇന്ത്യയിലെ ജനങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നും ബ്രസീലിയൻ മോഡൽ ലാരിസ പറയുന്നു. കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേറ്റാണ് ബ്രസീലിയൻ മോഡലിന്റെ പ്രതികരണം അടങ്ങിയ വീഡിയോ സന്ദേശം എക്സിൽ പങ്കുവച്ചത്. ഹരിയാനയിൽ സ്വീറ്റി, സരസ്വതി, സീമ എന്നിങ്ങനെ പല പേരുകളിലായിട്ടായിരുന്നു ലാരിസയുടെ ചിത്രം വെച്ച് 22 കള്ളവോട്ടുകൾ നടന്നത്. കോൺഗ്രസിന്റെ വൻ വിജയം തടയാൻ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമടക്കം വോട്ടർ പട്ടികയിൽപ്പെടുത്തിയുള്ള ഓപ്പറേഷൻ സർക്കാർ ചോരിയാണ് ഹരിയാനയിൽ നടന്നത്. 2024 ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25 ലക്ഷം വ്യാജ വോട്ടുകൾ രേഖപ്പെടുത്തിയെന്ന് തെളിവുകൾ സഹിതം തന്റെ സംഘം കണ്ടെത്തിയെന്നാണ് രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടത്. ഹരിയാനയിലെ 8 വോട്ടർമാരിൽ ഒരാൾ വ്യാജനാണെന്നും 2 കോടി വോട്ടർമാരിൽ 25 ലക്ഷം പേരും വ്യാജന്മാരാണെന്നും അദ്ദേഹം പറഞ്ഞു.